ഫ്ലോയം PSCയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് PSC എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: ഇന്ത്യയിലേക്കുള്ള ഏത് രാജ്യത്തിന്റെ ആദ്യത്തെ വനിതാ ഹൈ കമ്മീഷണറാണ് ലിൻഡി കാമർ? ബ്രിട്ടൻ. ഇന്ത്യയിലേക്കുള്ള ഏത് രാജ്യത്തിന്റെ ആദ്യത്തെ വനിതാ ഹൈ കമ്മീഷണറാണ് ലിൻഡി കാമർ? ബ്രിട്ടൻ. ഇന്ത്യയുടെ പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ രൂപകൽപ്പന നടത്തിയതാര്? ബിമൽ ഹസ്മുഖ് പട്ടേൽ. ഇന്ത്യയുടെ പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ രൂപകൽപ്പന നടത്തിയതാര്? ബിമൽ ഹസ്മുഖ് പട്ടേൽ. ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അധിഷ്ഠിത സോഫ്റ്റ്വെയർ എഞ്ചിനീയർക്ക് നൽകിയ പേരെന്ത്? ദേവിക. ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അധിഷ്ഠിത സോഫ്റ്റ്വെയർ എഞ്ചിനീയർക്ക് നൽകിയ പേരെന്ത്? ദേവിക. രാജ്യത്തെ ആദ്യത്തെ വേദിക് പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെ? നോയിഡ. രാജ്യത്തെ ആദ്യത്തെ വേദിക് പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെ? നോയിഡ. രാജ്യത്തെ ഒരു സാധാരണ പൗരനെ ആദ്യമായി ബഹിരാകാശത്തെത്തിച്ച രാജ്യമേത്? ചൈന. രാജ്യത്തെ ഒരു സാധാരണ പൗരനെ ആദ്യമായി ബഹിരാകാശത്തെത്തിച്ച രാജ്യമേത്? ചൈന. ഡാർക്ക് മാറ്ററിനെ പഠിക്കാനായി വിക്ഷേപിക്കപ്പെട്ട ലോകത്തെ ആദ്യത്തെ ദൗത്യമേത്? യൂക്ലിഡ്. ഡാർക്ക് മാറ്ററിനെ പഠിക്കാനായി വിക്ഷേപിക്കപ്പെട്ട ലോകത്തെ ആദ്യത്തെ ദൗത്യമേത്? യൂക്ലിഡ്. ഇന്ത്യയിലെ ആദ്യത്തെ സൗര നഗരമേത്? സാഞ്ചി. ഇന്ത്യയിലെ ആദ്യത്തെ സൗര നഗരമേത്? സാഞ്ചി. കർഷകർക്കുള്ള എല്ലാ സേവനങ്ങളും ഒരു കുടക്കീഴിൽ ലഭ്യമാക്കുന്ന രാജ്യത്തെ ആദ്യത്തെ സംയോജിത പോർട്ടൽ ഏത്? കതിർ. ഏതാണ്? കർഷകർക്കുള്ള എല്ലാ സേവനങ്ങളും ഒരു കുടക്കീഴിൽ ലഭ്യമാക്കുന്ന രാജ്യത്തെ ആദ്യത്തെ സംയോജിത പോർട്ടൽ ഏതാണ്? കതിർ. ഏത് വിഭാഗത്തിന് ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതാണ് അന്നപൂർണ പദ്ധതി? ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള മുതിർന്ന പൗരന്മാർക്ക്. ഏത് വിഭാഗത്തിന് ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതാണ് അന്നപൂർണ പദ്ധതി? ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള മുതിർന്ന പൗരന്മാർക്ക്. ഭാരതീയ ന്യായ സംഹിത പ്രാബല്യത്തിലായതെന്ന്? 2024 ജൂലൈ 1. ഭാരതീയ ന്യായ സംഹിത പ്രാബല്യത്തിലായതെന്നാണ്? 2024 ജൂലൈ 1. 2024 ജൂലൈയിൽ ഇന്ത്യയിൽ നിലവിൽ വന്ന പുതിയ ക്രിമിനൽ നിയമപ്രകാരമുള്ള രാജ്യത്തെ ആദ്യത്തെ ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്തത് എവിടെ? ഗ്വാളിയർ. 2024 ജൂലൈയിൽ ഇന്ത്യയിൽ നിലവിൽ വന്ന പുതിയ ക്രിമിനൽ നിയമപ്രകാരമുള്ള രാജ്യത്തെ ആദ്യത്തെ ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്തത് എവിടെ? ഗ്വാളിയർ. ന്യൂ കാസിൽ ഡിസീസ് എന്ന രോഗത്തിന്റെ വ്യാപനത്തെ തുടർന്ന് മൃഗസംരക്ഷണ മേഖലയിൽ ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാജ്യമേത്? ബ്രസീൽ. ന്യൂ കാസിൽ ഡിസീസ് എന്ന രോഗത്തിന്റെ വ്യാപനത്തെ തുടർന്ന് മൃഗസംരക്ഷണ മേഖലയിൽ ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാജ്യമേത്? ബ്രസീൽ. 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയെ പ്രതിനിധാനം ചെയ്ത ഏറ്റവും കൂടുതൽ കായിക താരങ്ങൾ ഏത് സംസ്ഥാനത്ത് നിന്നുള്ളവരായിരുന്നു? ഹരിയാന. 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയെ പ്രതിനിധാനം ചെയ്ത ഏറ്റവും കൂടുതൽ കായിക താരങ്ങൾ ഏത് സംസ്ഥാനത്ത് നിന്നുള്ളവരായിരുന്നു? ഹരിയാന. അയഡിന്റെ അഭാവത്തിൽ കൂടുതൽ തൈറോക്സിൻ ഉൽപ്പാദിപ്പിക്കാനുള്ള ശ്രമമെന്ന നിലയിൽ തൈറോയ്ഡ് ഗ്രന്ഥി അമിതമായി വളരുന്ന അവസ്ഥ ഏതാണ്? ഗോയിറ്റർ. അയഡിന്റെ അഭാവത്തിൽ കൂടുതൽ തൈറോക്സിൻ ഉൽപ്പാദിപ്പിക്കാനുള്ള ശ്രമമെന്ന നിലയിൽ തൈറോയ്ഡ് ഗ്രന്ഥി അമിതമായി വളരുന്ന അവസ്ഥ ഏതാണ്? ഗോയിറ്റർ. ഹൈഡ്രജൻ നിറച്ച ബലൂൺ വായുവിൽ ഉയർന്നു പറക്കുന്നത് ഏത് ബലത്തിന് ഉദാഹരണമാണ്? പ്ലവക്ഷമ ബലം. ഹൈഡ്രജൻ നിറച്ച ബലൂൺ വായുവിൽ ഉയർന്നു പറക്കുന്നത് ഏത് ബലത്തിന് ഉദാഹരണമാണ്? പ്ലവക്ഷമ ബലം. ആദ്യത്തെ ചവിട്ട് നാടകമായി അറിയപ്പെടുന്നത് ഏത്? കാറൽമാൻ ചരിതം. ആദ്യത്തെ ചവിട്ട് നാടകമായി അറിയപ്പെടുന്നത് ഏത്? കാറൽമാൻ ചരിതം. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലെന്നറിയപ്പെടുന്ന പ്രദേശം ഏത്? ഉത്തര മഹാസമതലം. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെൽ എന്നറിയപ്പെടുന്ന പ്രദേശം ഏത്? ഉത്തര മഹാസമതലം. ഇന്ത്യയിലെ പീഠഭൂമികളിൽ വലിപ്പം കൂടിയത് ഏത്? ഡക്കാൻ പീഠഭൂമി. ഇന്ത്യയിലെ പീഠഭൂമികളിൽ വലിപ്പം കൂടിയത് ഏത്? ഡക്കാൻ പീഠഭൂമി. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടമായ ചാരിയ ഏത് സംസ്ഥാനത്താണ്? ജാർഖണ്ഡ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടമായ ചാരിയ ഏത് സംസ്ഥാനത്താണ്? ജാർഖണ്ഡ്. ചൈനയിൽ സൈനിക ഏകാധിപത്യ ഭരണത്തിന് തുടക്കമിട്ടതാര്? ചിയാങ് കൈഷക്.
ചൈനയിൽ സൈനിക ഏകാധിപത്യ ഭരണത്തിന് തുടക്കമിട്ടതാര്? ചിയാങ് കൈഷക്. ജീവശാസ്ത്രപരമായ ഉൾപ്രേരകങ്ങൾ അഥവാ ബയോ കാറ്റലിസ്റ്റ് എന്നറിയപ്പെടുന്നത് ഏത്? എൻസൈമുകൾ. ജീവശാസ്ത്രപരമായ ഉൾപ്രേരകങ്ങൾ അഥവാ ബയോ കാറ്റലിസ്റ്റ് എന്നറിയപ്പെടുന്നത് ഏത്? എൻസൈമുകൾ. ഏത് രാജ്യത്തു നിന്നുള്ള സെർച്ച് എഞ്ചിനാണ് ഫയർബോൾ? ജർമ്മനി. ഏത് രാജ്യത്തു നിന്നുള്ള സെർച്ച് എഞ്ചിനാണ് ഫയർബോൾ? ജർമ്മനി. ഭരണഘടന അംഗീകരിച്ച ഔദ്യോഗിക ഭാഷകൾ ഭരണഘടനയുടെ ഏത് പട്ടികയിലെ വിഷയമാണ്? 8ാം പട്ടിക. ഭരണഘടന അംഗീകരിച്ച ഔദ്യോഗിക ഭാഷകൾ ഭരണഘടനയുടെ ഏത് പട്ടികയിലെ വിഷയമാണ്? 8ാം പട്ടിക. കന്നുകാലികൾക്ക് കാർബൺ നികുതി ചുമത്തിയ ലോകത്തിലെ ആദ്യ രാജ്യം? ഡെൻമാർക്ക്. കന്നുകാലികൾക്ക് കാർബൺ നികുതി ചുമത്തിയ ലോകത്തിലെ ആദ്യ രാജ്യം ഡെൻമാർക്ക്. റാൻസംവെയർ ആക്രമണം എന്തിന്റെ രൂപമാണ്? റാൻസംവെയർ ആക്രമണം എന്തിന്റെ രൂപമാണ്? സൈബർ ചൂഷണം. റാൻസംവെയർ ആക്രമണം എന്തിന്റെ രൂപമാണ്? സൈബർ ചൂഷണം. ആന്റിബയോട്ടിക്കുകളുടെ അമിതോപയോഗം തടയാനായി സംസ്ഥാന ഡ്രഗ്സ് കൺട്രോൾ വിഭാഗം നടത്തുന്ന പരിശോധന ഏത്? ഓപ്പറേഷൻ അമൃത്. ആന്റിബയോട്ടിക്കുകളുടെ അമിതോപയോഗം തടയാനായി സംസ്ഥാന ഡ്രഗ്സ് കൺട്രോൾ വിഭാഗം നടത്തുന്ന പരിശോധന ഏത്? ഓപ്പറേഷൻ അമൃത്. ബയോഗ്യാസിൽ ഏറ്റവും കൂടുതലുള്ള വാതകം? മീഥേൻ. ബയോഗ്യാസിൽ ഏറ്റവും കൂടുതലുള്ള വാതകം മീഥേൻ. ലബോറട്ടറി ഉപകരണങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഗ്ലാസ്? ബോറോസിലിക്കേറ്റ് ഗ്ലാസ്. ലബോറട്ടറി ഉപകരണങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഗ്ലാസ് ബോറോസിലിക്കേറ്റ് ഗ്ലാസ്. കേരള സർക്കാരിന്റെ ഗോത്ര പൈതൃക ഗ്രാമ പദ്ധതി? എൻ ഊര്. കേരള സർക്കാരിന്റെ ഗോത്ര പൈതൃക ഗ്രാമ പദ്ധതി എൻ ഊര്. മസ്തിഷ്കത്തിന്റെ മധ്യഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രന്ഥി? പീനിയൽ ഗ്രന്ഥി. മസ്തിഷ്കത്തിന്റെ മധ്യഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രന്ഥി ഏതാണ്? പീനിയൽ ഗ്രന്ഥി. വേദനാ സംഹാരികൾ മസ്തിഷ്കത്തിന്റെ ഏത് ഭാഗത്തെയാണ് ബാധിക്കുന്നത്? തലാമസ്. വേദനാ സംഹാരികൾ ബാധിക്കുന്നത് മസ്തിഷ്കത്തിന്റെ ഏത് ഭാഗത്തെയാണ്? തലാമസ്. ഭൂമിയുടെ ഏറ്റവും താപനില കൂടിയ ഭാഗം? ആന്തര അകക്കാമ്പ്. ഭൂമിയുടെ ഏറ്റവും താപനില കൂടിയ ഭാഗം ആന്തര അകക്കാമ്പ്. ഗാർഹികാതിക്രമങ്ങളിൽ നിന്ന് വനിതകളെ സംരക്ഷിക്കുന്നതിനുള്ള നിയമപ്രകാരമുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ മജിസ്ട്രേറ്റിനെ സഹായിക്കുന്നത് ആരാണ്? പ്രൊട്ടക്ഷൻ ഓഫീസർ. ഗാർഹികാതിക്രമങ്ങളിൽ നിന്ന് വനിതകളെ സംരക്ഷിക്കുന്നതിനുള്ള നിയമപ്രകാരമുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ മജിസ്ട്രേറ്റിനെ സഹായിക്കുന്നത് ആര്? പ്രൊട്ടക്ഷൻ ഓഫീസർ. വിവരാവകാശ നിയമപ്രകാരം ഓഫീസിൽ നേരിട്ട് പരിശോധിക്കുന്നതിന് എത്ര മണിക്കൂറാണ് സൗജന്യം? 1 മണിക്കൂർ. വിവരാവകാശ നിയമപ്രകാരം ഓഫീസിൽ നേരിട്ട് പരിശോധിക്കുന്നതിന് എത്ര മണിക്കൂറാണ് സൗജന്യം? 1 മണിക്കൂർ. സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷയെയും അംഗങ്ങളെയും നീക്കം ചെയ്യാൻ അധികാരമുള്ളത് ആർക്കാണ്? സംസ്ഥാന സർക്കാരിന്. സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷയെയും അംഗങ്ങളെയും നീക്കം ചെയ്യാനുള്ള അധികാരം ആർക്കാണുള്ളത്? സംസ്ഥാന സർക്കാരിന്.